ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ട്രിപ്പ് ഈറോഡ് ഭാഗത്തോട്ടാണ്. അങ്ങനെ നമ്മൾ പോർട്ടിൻ്റെ അകത്ത് കണ്ടെയ്നർ കയറ്റാനുള്ള ഫോർമാറ്റ് എല്ലാം കാണിച്ച് നമ്മൾ നേരെ അകത്ത് കയറി. നമുക്ക് കയറ്റേണ്ടത് 3E എന്നാണ്. 3E ഞാൻ ചെന്നപ്പോഴത്തേനും ഏകദേശം വണ്ടിയൊക്കെ ഉണ്ട് ലോഡ് കയറ്റാൻ വേണ്ടി. കണ്ടെയ്നർ കയറ്റാൻ വേണ്ടി നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ട് കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേനും DC വന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ ബാറ്റ് നമ്മൾ കാണിച്ചു. നമ്മളെ ബാറ്റ് നമ്പർ കറക്റ്റ് കണ്ടതിന് ശേഷം നമ്മളെ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി നേരെ ഉള്ളിലോട്ട് പോയി. മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരാളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊക്കെ അടുത്ത ലോട്ടിൽ കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയൊക്കെ വേറെ വണ്ടികളും ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ലോഡ് കയറ്റാനും ഇറക്കാനൊക്കെ പെട്ടെന്ന് തന്നെ ഇവിടെ വർക്ക് നടക്കും. ചില ദിവസങ്ങളിൽ താമസമാണ്. ആദ്യം ഇരുന്ന കണ്ടെയ്നർ മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. അടുത്ത കണ്ടെയ്നർ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ അടുത്തൊരു കണ്ടെയ്നർ അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും നമ്മളെ കണ്ടെയ്നർ. നമ്മൾ പറഞ്ഞതുപോലെ അത് തന്നെയായിരുന്നു നമ്മളെ കണ്ടെയ്നർ. ഇനി അത് നമ്മളെ ട്രെയിലറിൽ കണ്ടെയ്നർ വെക്കണം. അത് വെക്കുമ്പം എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് നനക്കേണ്ടി വരും. ചിലപ്പം ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ ഒന്ന് നീക്കി കൊടുക്കണം. അതിനുശേഷം കണ്ടെയ്നർ വെച്ച് നമ്മൾ ബാറ്റൊക്കെ കാണിച്ച് പുറത്തിറങ്ങുന്നതിന് മുന്നേ നമ്മൾ കണ്ടെയ്നറൊക്കെ ലോക്ക് കറക്റ്റ്, ബാക്കിലത്തെ ലോക്ക് കറക്റ്റ് ഇരുന്നോ, അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലോക്ക് ഇരുന്നോ, പിന്നെ അതിനുശേഷം കണ്ടെയ്നറിന് വല്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അത് ഗേറ്റിൽ പറയണം. പിന്നെ നമ്മൾ നേരെ ER ഒക്കെ അടിച്ച് നേരെ പുറത്തിറങ്ങി പോകുന്ന വഴിക്ക് എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സ്ഥിരം കയറുന്ന നമ്മൾ ഇക്കാട കടയുണ്ട് വടക്കാഞ്ചേരി. ചായ കുടിച്ചിട്ട് തൊട്ടപ്പുറത്ത് മാറിക്കിടന്ന് ഉറങ്ങി. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ വന്ന് തമിഴ്നാട് കയറിയപ്പോഴത്തേനും നേരം വെളുത്തു. പിന്നെ റോഡിലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം, കുറേ വണ്ടികൾ കാണാം, അതും പല പല രീതിയിലുള്ള വണ്ടികൾ. രാവിലെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഈ കാണുന്ന വണ്ടിയാണ് നമ്മളെ കേരളത്തിലോട്ട്, അതുപോലെ തന്നെ എല്ലാ അന്യ സംസ്ഥാനത്തിൽ നിന്ന് കാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ പോകുന്നുണ്ട്. അത് വല്ലാർപ്പാടത്തിൽ നിന്ന് തന്നെ വന്ന വണ്ടിയാണ്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടു. കൃഷിയൊക്കെ ചെറിയ സ്ഥലത്ത് ഉള്ള ഗ്യാപ്പിൽ മൊത്തവും അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല കാഴ്ചയാണ്. പിന്നെ ഇടയ്ക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ച് നമ്മൾ നേരെ വണ്ടി എടുത്തു. എൻ്റെ കമ്പനി ഏകദേശം ഇവിടുന്ന് റൈറ്റ് ചെയ്ത് ഞാൻ എൻ്റെ കമ്പനിയിലോട്ട് കയറി. തൊട്ട് പുറകെ വരുന്ന വണ്ടിക്ക് എൻ്റെ കമ്പനി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കമ്പനിയാണ്. ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം അവർ നേരെ വണ്ടി എടുത്ത് നേരെ വേബ്രിഡ്ജിലോട്ട് ലോഡ് തൂക്കാൻ വേണ്ടി കയറ്റാൻ പറഞ്ഞു. ലോഡ് തൂക്കിയതിന് ശേഷം നേരെ അൺലോഡിങ് പോയിന്റിലോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ തുറന്ന് നമുക്ക് പിടിക്കേണ്ട റാമ്പ് ഒരു ചെറിയ റാമ്പാണ്. ഓൾറെഡി അവിടെ നേരത്തെ വണ്ടികളൊക്കെ വന്ന് ഉരഞ്ഞ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി പിടിക്കണം. ഇല്ലെങ്കിൽ വണ്ടിയുടെ ടയറ് കാര്യങ്ങളൊക്കെ ഉരയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ടയർ ചിലപ്പോൾ പൊട്ടും. അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ വീണ്ടും ഒരു 2-3 പ്രാവശ്യം ഫ്രണ്ട് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് എന്തായാലും ഒറ്റ പ്രാവശ്യത്തിൽ കിട്ടി. അതിനുശേഷം നമ്മൾ വണ്ടി കറക്റ്റ് റാമ്പിൽ പിടിച്ചിട്ട് കൊടുത്ത് അവർ ലോഡിങ്ങൊക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് എന്നോട് വണ്ടി മാറ്റിക്കോളാൻ പറഞ്ഞു. MD വെയിറ്റ് ഒക്കെ ഇട്ട് റിസീവ്ഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. നേരെ റോട്ടിൽ കയറിയതിന് ശേഷം ഇത് ഭവാനിപ്പാലം എന്ന് പറയും, തിരുച്ചെങ്കോട് ഭാഗത്ത്. നല്ല പാലം, കാണാനൊക്കെ നല്ല പ്ലേസാണ്. റൈറ്റ് സൈഡിൽ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വല്ലാർപ്പാടത്തോട്ട് പോയി. താങ്ക് യു.